ഒരു ചരിത്രം പിറക്കുകയാണ് മലയാള സിനിമയിൽ. മലയാള ചലച്ചിത്ര താരങ്ങളുടെ കൂട്ടായ്മയായ അമ്മ ആദ്യമായി ആ പേരിനോട് നീതി പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നു അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക്. അമ്മ സംഘടനയെ ഇനി നയിക്കാൻ പോകുന്നത് 2 വനിതകളാണ്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായിരിക്കുന്നു. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാ ഈ നിമിഷം അമ്മ ഒരു സ്ത്രീയായിരിക്കുന്നു എന്നായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ശ്വേതാ മേനോന്റെ ആദ്യ പ്രതികരണം. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞുവെങ്കിലും താരഹിതം ചരിത്രമായിരുന്നു. അമ്മയുടെ ചരിത്രത്തിലും ആദ്യമായാണ് ഒരു വർഷത്തിൽ 2 ജനറൽ ബോഡി നടക്കുന്നത്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചേരിപ്പോരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ദേവനായിരുന്നു അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതയുടെ എതിരാളി. 233 വനിതാ അംഗങ്ങളടക്കം വോട്ടവകാശമുള്ള 507 അംഗങ്ങളിൽ 298 പേരാണ് ഇക്കുറി വോട്ട് ചെയ്യാനെത്തിയത്. എല്ലാ വിവാദങ്ങൾക്കും നടുവിൽ അമ്മയുടെ സംഘടനാ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നു എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തിയതും. അതുകൊണ്ട് തന്നെ അമ്മ എന്ന സംഘടനയിലെ ആണധികാര പ്രവണതയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. 31 വർഷത്തെ ചരിത്രമാണ് ഇവിടെ തിരുത്തി കുറിക്കപ്പെടുന്നത്. ആദ്യം ഒരു വർഷത്തിനിടെ തന്നെ അമ്മയിൽ 2 ജനറൽ ബോഡിയും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിടയായ സാഹചര്യം കൂടി കാണണം. സിനിമയ്ക്കുള്ളിലെ പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്ന് നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-നാണ് അന്നത്തെ ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. ഇതോടെ വീണ്ടുമൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയും അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തട്ടെ എന്ന നിലപാട് ഉയരുകയും ചെയ്തു. അങ്ങനെയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിക്കുന്നതും പിന്നീട് നടന്ന സമാനതകളില്ലാത്ത ചേരിപ്പോരിന് കളമൊരുങ്ങിയതും. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണങ്ങൾക്കാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് വേദിയായത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചുവെന്നാരോപിച്ച് ശ്വേതാ മേനോനെതിരെ പരാതി വരികയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. ഇവയെല്ലാം അതിജീവിച്ചുള്ള ശ്വേതയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ഇരട്ടി തിളക്കമുണ്ട്. സാമ്പത്തിക ലാഭത്തിനായി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് അത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചുവെന്ന് കാട്ടി മാർട്ടിൻ മേനാച്ചേരി ജൂലൈ 31-നാണ് ശ്വേതാ മേനോനെതിരെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ പരാതി നൽകിയത്. തുടർന്ന് അങ്ങോട്ട് കേരളം സിനിമാ മേഖലയിൽ കണ്ടത് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളുമായിരുന്നു. ശ്വേതയ്ക്കെതിരായ പരാതിക്ക് പിന്നിൽ നടൻ ബാബുരാജാണ് എന്ന തരത്തിലുള്ള പ്രചാരണത്തിനെതിരെ വികാരാധീനനായി ബാബുരാജ് രംഗത്തെത്തി. ഒടുവിൽ അമ്മ പുതിയ ഭരണസമിതി തങ്ങളുടെ ആദ്യ അജണ്ടയായി ശ്വേതയ്ക്കെതിരായ കേസ് തന്നെ അന്വേഷിക്കട്ടെ എന്നാണ് ബാബുരാജ് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിനോടുള്ള ആദ്യ പ്രതികരണമായി പറഞ്ഞത്. എന്തായാലും താരസംഘടനയുടെ പുതിയ തെരഞ്ഞെടുപ്പ് ചരിത്രമാകുകയാണ്. പുതിയ ഭരണസമിതിക്ക് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനാകട്ടെ. അകന്നുപോയവരെ അടുപ്പിച്ചു നിർത്താനും സംഘടനയെ കൃത്യമായ ദിശാബോധത്തോടെ നയിക്കാനും പെൺകരുത്തിന് സാധിക്കട്ടെ. ജനറൽ സെക്രട്ടറിയായി വിജയിച്ച കുക്കു പരമേശ്വരനാകട്ടെ ഈ വിജയത്തോടെ സംഘടനയിലെ തന്റെ വിശ്വാസ്യത ഒന്നുകൂടി തെളിയിക്കുകയും ചെയ്തു.